ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിസാമാസ് ഫുഡ് ആൻഡ് ടിപ്സ്. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ബ്രിഞ്ചാൾ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചപ്പാത്തിലൂടെ അപ്പത്തിലൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെ ആണെങ്കിലും നല്ല ടേസ്റ്റ് ആണ്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രിഞ്ചാൾ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒത്തിരി ഗ്രേവി ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള ബ്രിഞ്ചാൾ വേണം. ഞാൻ ഒരു വലുതും ചെറുതുമായിട്ടൊരു 3-4 ബ്രിഞ്ചാൾ എടുത്തു വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സവാള വേണം, പിന്നെ കുറച്ച് കറിവേപ്പില, പച്ചമുളക്, പിന്നെ പൊട്ടറ്റോ വേണം. പൊട്ടറ്റോ ഞാൻ നന്നായിട്ട് കഴുകി നീളത്തിലൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നതാണ്. കാരണം പൊട്ടറ്റോ പെട്ടെന്ന് അത് ഒരു കറുത്ത കളർ വരും, അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറുതായിട്ട് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുക്കത്തെ കുരുക്കളൊക്കെ ഒന്ന് കളഞ്ഞ് നീളത്തിലോ സ്ക്വയറായിട്ടോ എങ്ങനെ വേണമെങ്കിലും അരിയാം. ഇപ്പം ഞാൻ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പാൻ വെച്ച് കൊടുത്തു. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. ആയിട്ട് ഇനി ഒന്ന് പാൻ ചൂടായതിനു ശേഷം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ ബ്രിഞ്ചാൾ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഡീപ്പ് ഫ്രൈ ഒന്നും അല്ല ചെയ്യുന്നത്, ഒരു ഷാലോ ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പൊട്ടറ്റോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതും ഒന്നായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതും ഒന്ന് മാറ്റാം. ഈ പാനിലേക്ക് തന്നെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, അത്യാവശ്യം എണ്ണ ഇതിനകത്ത് ഉണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, കറിവേപ്പില, ഇത് 3 കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി അരിഞ്ഞതാണ് ചേർക്കുന്നെങ്കിൽ നമുക്ക് ഈ സമയം ചേർക്കാം. ഇതിനി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഉള്ളിയൊക്കെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിനാവശ്യമുള്ള ഉപ്പ് നമ്മൾ കുറച്ച് ചേർത്താൽ മതി. കാരണം പൊട്ടറ്റോയ്ക്കും ബ്രിഞ്ചാൾ നമ്മൾ ഫ്രൈ ചെയ്തപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തതായിരുന്നു. ഇനി ഗ്രേവിക്കും ഇതിനും കൂടെയുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കാം. മുളക് പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി 2 സ്പൂണ്, ഒരു 1/4 സ്പൂണ് പെരിഞ്ജീരകം, ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് തന്നെ ഒരു 1.5 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരല്പം ഇഞ്ചി പേസ്റ്റ് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. ഈ മസാലയെല്ലാം നല്ലതായിട്ട് മൂക്കുന്ന ആ ഒരു മണം വരും. നമുക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇപ്പം നല്ല ആ മസാലയുടെ മൂത്ത് വരുന്നതിന് മണം വന്നിട്ടുണ്ട്. മണം വന്നതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കും. ഒരു 3/4 കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നമുക്കൊന്ന് മൂടി വെച്ച് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി എടുത്തൊന്ന് അരിഞ്ഞു വെച്ചായിരുന്നു നീളത്തിൽ തന്നെ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം.
തീയെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പൊട്ടറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോ ഇട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നമുക്കിനി ഒന്ന് തുറന്നു നോക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രിഞ്ചാളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഏറെ നല്ല ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം ചേർത്ത് കൊടുക്കുക നമ്മൾ പച്ചവെള്ളം ചേർക്കരുത്, ചൂടുവെള്ളം വേണം ചേർക്കാൻ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് നിരത്തി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. കാരണം ഇനി ഇപ്പം പെട്ടെന്ന് കുക്കാവും. ബ്രിഞ്ചാള കുക്കാവാനായിട്ട് അധിക സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ഇപ്പം വെന്ത് കാണും. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, പൊട്ടറ്റോയും ബ്രിഞ്ചാളും ഒക്കെ നന്നായിട്ട് വെന്ത് നല്ല കുഴമ്പ് പരുവമായിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിയൊക്കെ ഉണ്ട്. കാരണം എന്നാലേ അത് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. കുറച്ച് എരി വേണം, ഒത്തിരി നമ്മൾ ചേർത്തിട്ടില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് ഞാനിപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് തേങ്ങാപ്പാലാണ്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീം വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. ഞാൻ നമ്മുടെ വീട്ടിലെ തേങ്ങ തിരുമ്മിയെടുത്ത് അതിൻ്റെ 1-ാം പാലാണ്. നമ്മുടെ കറിയെ നല്ല അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരുപാടങ്ങ് തിളച്ച് മറിയൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു സംഭവം ചേർക്കാനുണ്ട്, നമ്മുടെ കസൂരി മേത്തി. അത് ഒരല്പം എടുത്ത് നമുക്ക് കൈ കൊണ്ട് ഒന്ന് ഞെരടി കഴിഞ്ഞാൽ അതങ്ങ് പൊടിയും അങ്ങ്. അപ്പം നമുക്ക് ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സംഭവം ഇവിടെ പൊളിയായിട്ടുണ്ട്, അടിപൊളിയാണ്. ചപ്പാത്തിക്ക്, പാലപ്പം, വെള്ളയപ്പം, ഇവൻ പൊറോട്ടയ്ക്ക് പോലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പം ഇത്രയും ഗ്രേവി വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് എടുക്കാം. പക്ഷേ ഇതാണ് നമുക്ക് അത്യാവശ്യം ചപ്പാത്തി കഴിക്കണമെങ്കിൽ കുറച്ച് ഗ്രേവി വേണമല്ലോ, അങ്ങനെ എടുക്കാം. അപ്പം ഇതാ കണ്ടോ, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് വിതറി കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്ന് നല്ലതായിട്ടൊന്ന് ചൂടായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ കറി ഇവിടെ ബ്രിഞ്ചാൾ പൊട്ടറ്റോ കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്കിനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബ്രിഞ്ചാൾ കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത പുതിയൊരു അടിപൊളി വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ.